വെളിച്ചം പരത്തുന്നതെന്തും നിലത്ത് വീണുടയാൻ പാടില്ല. അത് റാന്തലായാലും നിലവിളക്കായാലും. മനുഷ്യനായാലും. നിനക്കെന്നെ ഭയമാണോ? സ്നേഹമാണോ? പറ. ശിവരാമേട്ടൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ. ഏതർത്ഥത്തിലാണെങ്കിലും സ്നേഹത്തിന് ഒരു സാരമേ ഉള്ളൂ. അത് സ്വാർത്ഥമാണ്. നിസ്വാർത്ഥമായ സ്നേഹം നുണക്കതയാണ്. അതുകൊണ്ട് ഊർമിള, നീ എന്റെ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മനുഷ്യനെ ക്രൂരനാക്കുന്നു. പക്ഷെ നീ എന്നെ അങ്ങനെ ആക്കില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ കുട്ടിക്കാലം നിനക്ക് ഓർമ്മയില്ലേ? എന്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയെടുക്കുന്ന കുട്ടികളെ ഞാൻ വെറുതെ വിടാറില്ലായിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ ഏത് കുതന്ത്രം ഉപയോഗിച്ചായാലും ആ കളിപ്പാട്ടം ഞാൻ നശിപ്പിക്കുമായിരുന്നു. ശിവറാം ആഗ്രഹിച്ചത് മറ്റൊരാളുടെ കൈ ചെന്ന് വിടാൻ സമ്മതിക്കില്ല. എനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾ അനുഭവിക്കണ്ട. നിന്നെക്കുറിച്ചല്ല മോളെ, പൊതുവായൊരു കാര്യം ശിവറാമേട്ടൻ പറഞ്ഞു എന്ന് മാത്രം. അമ്മാവനും അമ്മായിക്കും സ്വന്തം മകന് ഭയമായിരുന്നു. യുദ്ധത്തിൽ ജയിക്കാൻ പഠിപ്പിച്ചവരെയും സൃഷ്ടിച്ചവരെയും കൊല്ലാം. ഇതെന്റെ നീതിശാസ്ത്രം. ദേവിയത് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മെറ്റാഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം അയാൾ ദുർമന്ത്രവാദം പരിശീലിക്കാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിലെ ഉജ്ജയിനിയിൽ ആരുടെയോ ശിഷ്യത്വം സ്വീകരിച്ച് ആഭിചാരക്രിയകൾ പരിശീലിക്കുന്നതായി അമ്മാവൻ പറയുമായിരുന്നു. ദൈവം ഇത്രയും നീചനായ മകനെ നമുക്ക് തരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണരെ കൊന്നിട്ടുണ്ടെന്നാണ് ഭട്ടതിരി പറഞ്ഞത്. എല്ലാം നമ്മുടെ വിധിയാ. അവളെ ചെകുത്താന്റെ കയ്യിലേക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ഭാര്യത്തെ ജയകൃഷ്ണനില്ലേ, ഊർമിളയെ അവനിഷ്ടാണ്, അവൾക്കവനെ. ലണ്ടനിലും ദുബായിലും ഒക്കെ ബിസിനസ്സാണത്രേ. ശിവരാമൻ ഉജ്ജയിനിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തണം. വിവാഹത്തിന്റെ അന്ന് എന്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന മാളിക വീട്ടിലേക്ക് ഞാനും ജയകൃഷ്ണനും താമസം മാറി. ഒന്ന് ക്ഷമിക്കെന്റെ മാഷേ, എനിക്ക് അമ്മയുടെ അടുത്ത് അല്പം പണിയുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് തുളുമ്പുന്ന പാൽ ഗ്ലാസുമായി നമ്രമുഖിയായ നവവധുവായി ഞാൻ വരും. അതുവരെ മാഷ് ഇവിടെ ക്ഷമിച്ചിരിക്കുക.
അതെല്ലാം കെടാൻ പോകുന്ന നാളത്തിന്റെ കുസൃതിയായിരുന്നു അന്ന് രാത്രി. നീ പാവം ബലിയാടാണ്. എന്റെ സൃഷ്ടാക്കളുടെ ഹിതങ്ങൾ നിറവേറ്റാൻ അഗ്നിജ്വാലകളിലേക്ക് എടുത്തു ചാടി ചിറക് കരഞ്ഞ് മരിക്കാൻ വിധിക്കപ്പെട്ട ഈയാമ്പാറ്റ. എന്റെ പൂജാക്കളത്തിലെ തീനാളങ്ങളുടെ ചാഞ്ചാട്ടം, ഹോമാഗ്നിയിലെ ധൂമത്തിന്റെ നിറമാറ്റം എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. കർമ്മയോഗിയായ എന്റെ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ചണ്ടാള. നിന്റെ ഹത്യ എന്റെ നിയോഗമാണ്. സോ യു ഡൈ. ഉർമിള, കുട്ടിക്കാലത്ത് നീ പറയാറില്ല ഞാൻ നിന്റേതാണെന്ന്? പിന്നെന്തിനാ നമുക്കിടയിലും അവൻ? നമോ ഭാഗം ഗുരുവേ. ശിവറാം, ഞാൻ ഈ മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ നിന്റെ സാന്നിധ്യം എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങക്ക് അതിനുള്ള ക്രാന്തശക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലേ? അങ്ങനെ സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും പഠിപ്പിച്ചു, സംഹാരത്തെക്കുറിച്ച് പഠിപ്പിച്ചില്ല. അതെന്റെ ധർമ്മമല്ല. അങ്ങനെ വേദങ്ങൾ പഠിപ്പിച്ചു, അഥർവം പഠിപ്പിച്ചില്ല. അതെന്റെ മതമല്ല. ശിവറാം, ദൈവം നീ അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങൾ നിർത്തണം. അതെങ്ങനെ ഗുരുവേ? ഈ പാഴ്ശരീരം ചാരമാകുന്നതുവരെ ആത്മാന്വേഷണമാണ് അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷെ നീ നിന്റെ പാഠങ്ങൾ തെറ്റി ഉരുവിടുന്നു. നിന്റെ കർമ്മങ്ങൾ വഴിതെറ്റുന്നു. നീ ചെയ്യുന്ന ആത്മാന്വേഷണമല്ല, ആത്മനാശമാണ്. ഗുരുനിന്നെന്ന് കരുതരുത്. ഇന്ന് അങ്ങ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്തോ അതെന്റെ നാശമാണ്.
സ്വയം നാശത്തിന് കീഴടങ്ങുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ പാപമാണെന്നാണ് ശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് പിന്മാറണം. നമ്മൾ പിരിഞ്ഞതിന് ശേഷം നിനക്ക് വഴികൾ അവിടെ തെറ്റിയിരിക്കുന്നു. നിങ്ങൾ തെറ്റിച്ച വഴികളിൽ നിന്നും ഞാൻ നേർവഴികൾ തേടുകയായിരുന്നു. നിങ്ങൾ ഹിരൺമയ പാത്രങ്ങൾ കൊണ്ട് മൂടിയ സത്യത്തിന്റെ മുഖം എത്രമാത്രം വികൃതമാണെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ആ തിരിച്ചറിവാണ് എന്നെ ഈ ഞാനാക്കിയത്. ഇന്ന് എന്റെ നിലനിൽപ്പ്, അതായത് മോക്ഷം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്തിൽ നിന്നുള്ള മോക്ഷമാണ് നീ ആഗ്രഹിക്കുന്നത്? ഊർമിളയിൽ നിന്നോ? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ഇന്ന് അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറണം. ആഭിചാരം കൊണ്ട് സുശക്തമെന്ന് കരുതി നീ സൃഷ്ടിച്ചിരിക്കുന്ന രക്ഷാവലയങ്ങൾ മാറ്റണം. വർഷങ്ങളുടെ തപം കൊണ്ട് എന്റെ ആവനാഴിയിൽ ഞാൻ നേടിയ അസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നിരായുധനായി നിൽക്കണം, അല്ലേ? മരണത്തിന്റെ കാലച്ച കേൾക്കുന്നവന്റെ വിഹുലതയാണ് നിന്റെ ചിരിയിൽ, ദുർബലതയാണ് നിന്റെ കാൽവെപ്പുകളിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഊർമിളയെ ഞാൻ ബന്ധിക്കാം. നിനക്കൊരു പോർലേൽക്കാതെ, പൂജയ്ക്കൊന്നും സംഭവിക്കാതെ. തന്ത്രശാലിയായ ഒരു കുറുക്കനെയാണ് സാത്വികനായ എന്റെ പഴയ ഗുരുനാഥനിൽ ഞാൻ കാണുന്നത്. ഇല്ല, ഞാൻ പിന്മാറില്ല. അവളുടെ മരണം അനിവാര്യമാണ്. പൂജയിൽ നിന്നും ഊർമിള പുറത്തു വരാൻ പാടില്ല. ഗർഭപാത്രത്തിൽ മരിക്കുന്ന ചാപിള്ളയെ പോലെ ഊർമിള പൂജയോടൊപ്പം മരിക്കും. മരിച്ചേ തീരൂ. അതിന് നീ പഠിച്ച വിധികൾ പോരാതെ വരും ശിവറാം. നിന്റെ നാശം നീ സ്വയം വിളിച്ചു വരുത്തുന്നു. നിനക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന മരണത്തിന്റെ കറുത്ത വവ്വാലുകളെ ഞാൻ കാണുന്നു. മൃതയെ നിശ്ചയിക്കുന്ന ഗോളങ്ങളുടെ സഞ്ചാരപഥങ്ങൾ തിരിച്ചുവിടാനുള്ള മാന്ത്രിക ശക്തി ശിവറാമന് സ്വായത്തമാണ്. വെളിപ്പുറത്തുള്ള ദേവതകൾ കത്തിച്ച ദീപത്രയം എന്റെ നിലവറയിൽ ഉള്ളിടത്തോളം ഞാൻ അമരനാണ്. എന്റെ ശിഷ്യരിൽ അസുരത്വം ഏറ്റവും അധികം ഉണ്ടായിരുന്നവൻ നീയാണ്. ഇന്ന് ഞാൻ അറിയുന്ന ഏറ്റവും വലിയ വിഡ്ഢിയും നീയാണ്. ശിഷ്യ, നിനക്ക് വേണ്ടി പാഴാക്കിയ സമയത്തിനും വാക്കുകൾക്കും വേണ്ടി ഞാനിന്ന് ദുഃഖിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ മറ്റൊരു നേർക്കാഴ്ച ഉണ്ടാവില്ല. Hmm.